കൂടെ ഉള്ളത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ചേട്ടന്മാരാണ്. അതായത് ഇവര് അല്ലേ ആരാണ് നിങ്ങൾ? ഇവര് സ്പെഷ്യൽ ആണെന്ന് ആരാണ് നിങ്ങൾ പറയട്ടാ? ഞങ്ങൾ ശബ്ദം കൊണ്ട് അഭിനയിക്കുന്നവരാണ്. മലയാള സിനിമയിലെ ശബ്ദം കൊണ്ട് അഭിനയിക്കുന്ന ശബ്ദദാതാക്കളാണ് ഞങ്ങൾ. അതെ അതെ. എന്താണ്, ഏത് സിനിമയെ കുറിച്ചാണ് പറയുന്നത്? മാർക്കോയെ കുറിച്ചാണ്. മാർക്കോ എന്ന് പറയുന്ന ഒന്നൊന്നര പടമാണ്. ഇപ്പോഴത്തെ പാൻ ഇന്ത്യൻ സിനിമയാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് ഇത്രത്തോളം വയലൻസ് ഉണ്ടായ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് മൊത്തത്തിലുള്ള മാർക്കോ കണ്ട ഒരു സിൽവർ സ്റ്റാറിന്റെ റാമ്പ് കൊണ്ടിറങ്ങുന്ന ഒരു എഫക്റ്റ് ആണ്. അത്രയ്ക്കും ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സത്യമാണോ? മലയാളി 100%. ഞാനതിലെ ഒരു സീന് ചെയ്തപ്പോ എനിക്ക് ആകെ പേടിച്ചു പോയി. ഒരു സെക്കൻഡ് വരട്ടെ. ഇതില് ഞങ്ങള് ഡബിങ് ആർട്ടിസ്റ്റിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? ഈ സിനിമ ഫസ്റ്റ്, ഏത് സിനിമ ആയിക്കോട്ടെ, ഫസ്റ്റ് കാണുന്നവരാരാ? ഞങ്ങൾ ഡബിങ് ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങളെ കഴിഞ്ഞ ശേഷമാണ് ബാക്കി ഞങ്ങൾ സ്ക്രീനിൽ ഞങ്ങൾ ഡബ് ചെയ്തു, ശബ്ദം കൊടുത്തു. പക്ഷെ മാർക്കോ എന്ന് പറയുന്ന സംഭവത്തിന്റെ സ്ക്രീനിൽ ഇട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഷുവറാണ് ഈ സാധനം ഒരു ഒന്നൊന്നര സാധനം തന്നെയാണ്. കാരണം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഈ പടം വിജയിക്കും സാർ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു കാര്യം കേട്ടോ. എന്റെ പേര് ഫ്രാൻസിസ്. ജയൻ ആശ്വാസം തൃപ്പൂണിത്തുറ. ഫ്രാൻസിസ് ബെൻ. ഇനി വീണ്ടും ഫ്രാൻസിസ്. ഇത് ഫ്രാൻസിസ് വർഗീസ്. ഇത് ഫ്രാൻസിസ് ബെൻ. ഫ്രാൻസിസ് ബെൻ കോർഡിനേറ്ററും കൂടിയാണ് അല്ലേ? എന്റെ പേര് ശോഭിൻ ലാൽ എന്നാണ്. ശോഭിൻ ലാൽ. എന്റെ പേര് പ്രമോദ് വിശ്വം. പ്രമോദ് വിശ്വം. ചേട്ടൻ? എന്റെ പേര് റോയ് ചാക്കോ. റോയ് ചാക്കോ. ഇവരെന്താണ് അഭിനയം വെച്ചാലേ അതിനകത്ത് ആ ഫൈറ്റിൽ നിന്നിട്ട് 3 ദിവസത്തെ ഫൈറ്റ് അല്ലേ? 3 ദിവസം മാത്രമല്ല, ഈ 3 ദിവസം ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമ്മൾ വളരെയധികം ഹാപ്പിയോടെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, സിനിമയുടെ ഫൈറ്റ്. ഈ മാർക്കോ പോലുള്ള ഒരു സിനിമയുടെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാഴ്ചത്തെ ഈ ശബ്ദം ഉണ്ടാവില്ല. അത്രത്തോളം നമ്മൾ കാരണം ഇവരെല്ലാവരും തന്നെ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഇതിപ്പോ റോയ് എന്ന് പറയുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി ഡബിങ്ങൾ, നമ്മള് പല കലാകാരന്മാർക്ക് ഡെയിലി, പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒക്കെ ഒരാഴ്ചയോളം, ഞങ്ങൾ എല്ലാവരുടെയും ശബ്ദം ഒരാഴ്ചയോളം പോയി. അപ്പൊ ആലോചിച്ച് നോക്കി എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പേ ഇതുപോലത്തെ കുറച്ചൊരു ബേസ് തല്ലുമാല, RDX ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മാർക്കോ ചെയ്ത ശേഷമാണ് ഞങ്ങളുടെ ബോഡി വൈസ് ഞങ്ങൾക്ക് എഫക്ട് ചെയ്തത്. കാരണം ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അത് എക്സാജറേറ്റ് ചെയ്യണല്ലോ. അതായത് മാർക്കോ ചെയ്തതിനു ശേഷം തൊണ്ടയ്ക്ക് എഫക്ട് വന്നു പറഞ്ഞില്ലേ, 100% നമ്മുടെ വോയിസ് പോകും. കാരണം അത്രയ്ക്കും അലറേണ്ടി വരും. ഇപ്പൊ കൈ മുറിച്ചു കളയുന്ന സീൻ, അപ്പൊ ആ ആർട്ടിസ്റ്റിന് വേണ്ടി നമ്മളാണ് അലറുന്നത്. ആസ് എ മൈ ഓൺ ഹാൻഡ് ഇസ് കട്ട്. അപ്പൊ നമ്മുടെ കൈ അറ്റ് കളയുമ്പോൾ അപ്പൊ നമ്മള് അല്ല, അങ്ങനെ മലയാള സിനിമയില് ഇത്രയും വലിയ പിന്നെ സ്റ്റണ്ട് ചെയ്ത വേറൊരു ഫിലിം ഇല്ലെന്ന്. 3 ദിവസമൊക്കെ ഇത്രയും ചെയ്ത് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല. പക്ഷെ ഇത് 3 ദിവസം കണ്ടിന്യൂസ് ചെയ്തു. അത് 14 പേര്. ഇതിലൊരു എതിരുണ്ട് കേട്ടോ. കാരണം ഇത് പുറത്തേക്ക് വരുന്ന സംഭവമാണ്. തല്ലുമാല അങ്ങനെയാണ്. ശരിക്കും എനിക്ക് ഇന്റർവ്യൂ പോലെയല്ല, നമ്മൾ ഈ ചില ഇലക്ഷന്റെ സമയത്തൊക്കെ ഈ ന്യൂസ് റീഡേഴ്സ് പോയിട്ട് ഡിബേറ്റ് ഒക്കെ നടത്തില്ലേ, അതുപോലെ നമ്മള് ഒരുപാട് സിനിമകള് നമ്മൾ ചിലപ്പോ ഒന്നി കൂടുതൽ, പക്ഷെ ഇത് മാർക്കോയെ കുറിച്ച് പറയുന്ന ഹെവി ആയതിന്റെ പേരിലാണ്. ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഒരുപാട്, ഞങ്ങള് തിയേറ്റർ ഓൾറെഡി ഡബിങ് തിയേറ്ററിൽ ഞങ്ങളെല്ലാരും ഇങ്ങനെ പറയുമ്പോൾ ചെവിയടിക്കുന്ന സീനും മറ്റുള്ള ഓരോ സീനും ഇങ്ങനെ ഓരോ ബ്ലഡ് ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന സീനെ, കൊച്ചിനെ കൊല്ലുന്ന ഇങ്ങനത്തെ സീനൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചു ഇതൊക്കെ അവിടെ പോകുമ്പോൾ കട്ടായി പോകും. പക്ഷെ ഈ സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് പാൻ ഇന്ത്യൻ ലെവലില് ഇതുപോലെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മലയാളത്തിൽ മാത്രമല്ല ഞങ്ങള് വേൾഡിലും മൊത്തം ഞങ്ങളെ ശബ്ദമാണ്. മാർക്കോ ഫൈറ്റേഴ്സ് എന്ന് ഞങ്ങളാണ് ഫൈറ്റിന് പ്രാധാന്യം കൊടുക്കുന്നതിന്റെ പേരിലെ നല്ല പക്കായിട്ട് അവര് വോയിസുകൾ ഇട്ടപ്പോൾ. ഇപ്പൊ ഞാനിപ്പോ ഒരു ഇടി കൊണ്ടിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. ചില സിനിമകള് ഈ അവര് BGM ഒക്കെ കൂട്ടി ഇത് കുറയ്ക്കും. പക്ഷെ ഇതില് പക്കായിട്ട് അത് തന്നെ ഇട്ടു. ഇപ്പൊ ഒരു മിനിറ്റ്, ഇപ്പൊ ഈ ഒരാടെ ഹെഡ് കൊണ്ടിട്ട് ഒരു മതിലിങ്ങനെ ട്രെയിലറിലൊക്കെ കാണുന്ന വോയിസ് റോയ് ആണ്. മാർക്കോയിലെ ട്രെയിലറിന്റെ അത് എന്റെ ഭിത്തിയിൽ അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഡെബ്യൂ ചെയ്യാനാണ്. ഇങ്ങനെ പല്ലിന്റെ ഇടയിൽ കൈയിട്ടിട്ട് താടിക്കാരനും ഗുണ്ടാവുന്നിട്ട് ഫോർട്ടേജ് സ്ലാങ്ങിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ തന്നെ മാർക്കോട്ട് ഡയലോഗ് പറയുമ്പോൾ തന്നെ മാർക്കോ അടിച്ചിട്ട് ആള് പോയി ഭിത്തിയിൽ അടിച്ചിട്ട്
ഇതാണ് ആ സാധനം. അപ്പൊ ഇത് നമ്മളിപ്പോ ഇത് ചെയ്യിക്കുന്ന ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യിക്കുന്നത്. ചിലർ പറയും ചേട്ടാ കുറെ കൂടെ അലറാൻ പറയും, ചിലർ പറയും ചേട്ടാ അത്രയും വേണ്ട ചേട്ടാ അങ്ങനെ പുള്ളി പെട്ടെന്ന് ഇനിയിപ്പോ ആ ക്യാരക്ടറിന് ഇതുപോലെ ശബ്ദം വന്നില്ലെങ്കിൽ ആ ക്യാരക്ടർ അവിടെ തിയേറ്ററിൽ പരാജയപ്പെട്ടൊന്നുമില്ല. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കോ ചെയ്ത രീതിയിൽ തന്നെ ആയിരിക്കില്ല ചിലപ്പോ ജോഷി സാർ ചെയ്യിക്കുന്നത്, വേറെ രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും എടുത്ത് പറയേണ്ടത് അവരുടെ ടീം കേട്ടോ. എഞ്ചിനീയേഴ്സിന് ലിജോയെ മറക്കാൻ പറ്റില്ല, അവനെ നിതീഷിനെ മറക്കാൻ പറ്റില്ല. അവർ രണ്ടുപേരും അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ എന്ന് ഷമീർ, അതുപോലെ തന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെ. എടുത്തു പറയേണ്ട ഒരു കാര്യം, 3 ദിവസം നടക്കുമ്പോ 3 ദിവസം ഞങ്ങൾ എന്തുകൊണ്ടെന്ന് അറിയോ, അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഉണ്ണിമുദ്രന് ഷെയ്ക്കൻഡ് കൊടുത്തു അങ്ങനെ. പക്ഷെ ഞങ്ങൾ ഒത്തിരി ആർട്ടിസ്റ്റുകളെ മിക്കവാറും കാണുന്നതാ. പക്ഷെ എന്തുകൊണ്ട് ഷെയ്ക്കൻഡ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലില് ആ ഒരു ആർട്ടിസ്റ്റ് ആ ക്യാരക്ടർ ചെയ്തു വെച്ചത് കണ്ടോ. മാർക്കോ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണെന്ന് പറയുന്നത്. ഒരു സീനിൽ ഒരാളെ വോയിസ് ഇടുമ്പോൾ നമ്മൾ വെറുതെ ഇട്ടിട്ടും കാര്യമില്ല. അവരുടെ ഒരു വോയിസിന് ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിൽ തന്നെ നമ്മൾ അത് ചെയ്യണം, എങ്കിലും അവര് ഓക്കെ പറയും. ശരിക്കും ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന്, ഞാൻ അടക്കമുള്ള ആൾക്ക് തുടക്കം പെട്ടെന്ന് പറ്റില്ല. കാരണം ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ കൊണ്ടൊന്നും കൊടുക്കുന്നു കിട്ടി വയറിന് ഇടിയിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കില്ല കൊടുക്കുന്നത്, ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഓരോ പോർഷന് പഞ്ച് കിട്ടുന്ന സമയത്ത് നമ്മൾ ഓരോ എഫക്റ്റ് ആയിരിക്കും. അത് ഡയറക്ടേഴ്സ് പറയും നമ്മളോട്, വളർച്ച ഒത്തിരി വേണമെങ്കിൽ അവർ അങ്ങനെ പറയും, ഒതുക്കി മതി എന്ന് പറയും. ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർത്തെന്നറിയോ, മറ്റുള്ള ചില ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ആ ഒരു ക്യാരക്ടറിനോട് ഇങ്ങനെ ഏകദേശം നോക്കി ചെയ്യാം. പക്ഷെ ഇവിടെ ലാസ്റ്റ് ഒരു ഫാമിലിയിൽ എല്ലാവരെയും കൊല്ലുന്ന, വളരെ മൃഗീയമായി കൊല്ലുന്ന ഒരു സംഭവമുണ്ട്. സത്യം പറയാം, ഞങ്ങൾ കണ്ണുനീര് അണിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഓരോ ക്യാരക്ടറിനും. കാരണം ആ കുട്ടിയെ കൊല്ലുന്നു, ഇതാക്കുന്നു, തൂക്കിക്കൊല്ലുന്നു, അവർ തന്നെ അങ്ങനത്തെ പോർഷൻ എന്തും മാത്രം കഷ്ടാന്നറിയോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ഇനി ഇത് തിയേറ്ററിൽ വരുവോ ഞങ്ങളെ. കാരണം ഇത് ഇത്രയും സംഭവം പ്രത്യേകിച്ച് നമ്മളെ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് വരുവോ ചിലപ്പം ആലോചിക്കുന്നുണ്ടാകും. ഈ ഒരു ഫൈറ്റ് ഇത്രയും പേരാ ചെയ്തത്. ഞങ്ങൾ നിലവിൽ 6 പേരല്ല 14 പേരാണ് ചെയ്തത്. സുനിൽ പണിക്കർ, ശങ്കർദാസ്, അഭയൻ, സുസ്മിത്ത്, പിന്നെ വേറൊരു ഏറ്റവും ഒരു നീണ്ട നിര ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് വേറെ വർക്കുകൾ ഉള്ളതിന്റെ പേരാണ്. ഞങ്ങള് കഴിഞ്ഞ ഏകദേശം റോയ് ഒക്കെ തുടങ്ങി ഞങ്ങൾ എല്ലാവരും 10, 12, 15 വർഷമായിട്ട് ഡബിങ് മേലുള്ള ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒരു സിനിമയുടെ പേരിലോ ഒരു അസോസിയേറ്റ് പേരിലോ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല. ഞങ്ങൾ മാർക്കൗട്ട് ടീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡബ് ചെയ്ത ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡബിങ് ആർട്ടിസ്റ്റ് ടൂർ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പൊ ആ ഗ്രൂപ്പിന് നമ്മൾ കൊടുത്ത പേരാണ് മാർക്കോ ടീം എന്ന് പറഞ്ഞത്. അപ്പൊ ആലോചിച്ചോക്കെ അതിനകത്ത് ഈ മാർക്കോ, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ സമ്മേളിച്ചത്, നിങ്ങൾ വിളിച്ചു വന്നതെല്ലാം ഇതിന്റെ അകത്ത് ഈ ഫൈറ്റ് ചെയ്ത ആൾക്കാരുണ്ടോ, ഡബിങ് ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. എന്നാൽ പോലും ഫൈറ്റ് ചെയ്തതിന്റെ ഒരാളെ നമ്മൾ വന്നത്. മാർക്കോയിലെ ഫൈറ്റാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിവിടെ. എനിക്ക് 1 മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, ഇപ്പൊ റോയ് പറഞ്ഞതിനോട് കൂടെ കൂട്ടിച്ചേർക്കാനായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മൾ ഇന്റർവ്യൂസ് പല മേഖലയിലും കണ്ടിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. അതായത് ഇന്ന് നമ്മൾ എന്ത് ചെയ്താലും ഒരു തരംഗമാണ്, അതിനെ പോയി ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഞാൻ കണ്ടേക്കുന്നതിൽ വെച്ച് ഫൈറ്റ്സിന് അല്ലെങ്കിൽ ഫൈറ്റേഴ്സിന്, ഡബിങ് ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ. കാരണം അത് ആ സിനിമയുടെ വിജയമാണ്. മാർക്കോന്റെ USP അതിന്റെ ഫൈറ്റ്സ്, ആ ഫൈറ്റ്സിന്റെ വിജയമാണ്, ആ സിനിമയുടെ വിജയമാണ്. പിന്നെ somebody is coming and interviewing us for the fights. പിന്നെ ഇത് എടുക്കാൻ നിങ്ങളെ കാണിച്ച ഇത് മലയാളികൾ കാണാനുള്ളതല്ലേ, ഇംഗ്ലീഷുകാർ കാണാനുള്ളതല്ലേ? മലയാളത്തിൽ എന്റെ പൊന്നു സോദരൻ അറിയാണ്ട് വന്നോളാം. ചേട്ടനെ ചേട്ടൻ ഇതിപ്പോ എന്റെ കുഴപ്പമാണ്. കാരണം വല്ല നേവിക്കാരനെ പിടിച്ചിട്ട് ഡബിങ് കൊണ്ടുപോകും. ഡബിങ് ചരിത്രത്തിൽ ഇത് ആദ്യമായിരിക്കും അല്ലേ? ഡബിങ് സ്പോക്കൺ ഇംഗ്ലീഷ് പോണ്ട് സംഭവം. പിന്നെ ആശ്വാസമേ, അവന് ആശ്വാസമായിക്കോട്ടെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഡബിങ് എന്ന് പറഞ്ഞപ്പോ ഈ സാധാരണ ഈ ഫൈറ്റ് എഫക്ട്സ് മാത്രമല്ല, ചില ശബ്ദങ്ങൾ കൊടുക്കുക മാത്രമല്ല, ഞങ്ങളിൽ പലരും ഗായകരായിട്ടുണ്ട്. ഒരേ സമയം കരഞ്ഞിട്ടുണ്ട്. പല സിനിമകളിലും ചില പാട്ടുകളൊക്കെ എടുക്കുമ്പോഴേ ഈ ക്രൗഡ് കൂടുതലായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ അതിനകത്ത് ചില ഹമ്മിങ് ഒക്കെ ഉണ്ടാവും. പലപ്പോഴും അത് റെക്കോർഡ് ചെയ്ത സമയത്ത് പൂർണ്ണമായിട്ടുണ്ടാവില്ല. അത് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് ഈ അതിന്റെ ഹമ്മിങ് ഒരുപാട് സിനിമകൾ, പള്ളിയിലുള്ള പല പാട്ടുകളും ആരും ഞങ്ങളാണ്
ചില പടത്തില് ഒരുപാട് സിനിമയില് ക്രിസ്മസ് കരോളൊക്കെ ഞങ്ങളൊക്കെ തന്നെയാണ്. ക്രിസ്മസ് കരോള് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഒരു സിനിമയില് മരിച്ച ശുശ്രൂഷ അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിന് അച്ഛന്മാര് പാടുന്ന പാട്ടും അതുപോലെ തന്നെ അവിടെ ആ ക്രൗഡ് പാടുന്നതൊക്കെ ഞങ്ങള് അതായത് ഇതില് വേറൊരു കോമഡി ഉണ്ട്. അല്ല അത് പറയട്ടെ, അതെന്താ വെച്ചാൽ ഇതേ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് തന്നെ ഇതേ മനുഷ്യൻ 1 മിനിറ്റ് കഴിഞ്ഞാൽ അമ്പലത്തിലെ പൂജാരി ആവേണ്ടി വരും. ഞാൻ ജയനാശ്വാസം അടിച്ചാണ്. അപ്പൊ ഇതുപോലെ ഓരോ ഡബിങ് സമയത്തൊക്കെ നമുക്ക് പാട്ട് പാടേണ്ടി വരും. സ്കൂളില് പ്രാർത്ഥനകള്, അതുപോലെ വീട്ടിലൊക്കെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാടേണ്ടി വരും. ഡബിങ് ആർട്ടിസ്റ്റ് മാത്രമല്ല, ആർട്ടിസ്റ്റ് കൂടിയാണ്. ഗായകനാണ്. പിന്നെ കുറച്ച് പേര് ചാടി ചവിട്ടുന്ന രംഗമുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തത്. ഓടി വന്ന് ഉണ്ണി മുതൽ ചവിട്ടുന്ന സീനാ. അപ്പൊ അത് നമ്മള് ലിറ്ററലി പുള്ളി പറഞ്ഞു വരുന്നേ പുള്ളി ഉണ്ണി മുതല ചവിട്ടിയതാണ്ടാ. എനിക്ക് വേറൊരു കാര്യം പറയാം. സിനിമക്ക് വേണ്ടി വർഷങ്ങളോളം മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് ഈ ഫ്രാൻസിസ് ബെന്നോ. ജയൻ, നമ്മുടെ പഴയ ജയനല്ല ഇന്നും. 1 മിനിറ്റ് പറഞ്ഞോട്ടെ കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി എവിടെ എന്ത് പ്രോഗ്രാം ഉണ്ട്, എന്ത് സ്ഥലമുണ്ട്, ജയനെ പറ്റി കുറ്റം പോയിട്ട് നമുക്ക് സൈഡിൽ പോയി പറയാൻ പറ്റില്ല. തലക്ക് പിടിച്ച പോലെ ഒരു മനുഷ്യൻ. സിനിമേനെ ഇഷ്ടപ്പെട്ടത് ജയനിലൂടെയാണ്. ഞാൻ ജയന്റെ മരണത്തിന് പോയതാണ്. അതൊരു കോമഡി ഉണ്ട്. വീട്ടിൽ നിന്ന് അമ്മ മീൻ മേടിക്കാൻ കൊടുത്തുകൊണ്ടാണ് പൈസ. ആ പൈസയായിട്ടാണ് പുള്ളി അങ്ങോട്ട് പോയത്. നല്ല തല്ലുണ്ട് കേട്ടോ. പാതിരാത്രിയായി, ഏതാണ്ട് 2 മണിയായിട്ട് വീട്ടിൽ വന്നപ്പോ വീട്ടിൽ നല്ല തല്ലൊക്കെ. ഇവര് വർഷത്തിലും 6 മാസമൊക്കെ കൂടുമ്പോ വലിയൊരു ഫംഗ്ഷനൊക്കെ വെക്കും. ഒരുപാട് ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് നിലവില്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഡബിങ് ആർട്ടിസ്റ്റും ഇങ്ങനെ ഈ ഫൈറ്റ് സീൻസിൽ വന്ന് ഡബ് ചെയ്യാറുണ്ട്. അത് പറ്റുമല്ലോ? ഫൈറ്റ് ചെയ്യണമെന്നല്ല, ആദ്യം നമ്മൾ ഫൈറ്റ് കണ്ട് തന്നെ പഠിക്കണം. ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ഒറ്റയടിക്ക് ഫൈറ്റ് എഫക്ട് ചെയ്യാൻ പറ്റില്ല. അയാൾ അവിടെ ഈ ഫൈറ്റ് എഫക്ട് ചെയ്യുന്നത് പലരും ചെയ്തു. ഞാനൊക്കെ എങ്ങനെയായിരുന്നു, പലരും ചെയ്ത്. അപ്പം നമുക്ക് ആദ്യത്തെ തവണ വരുമ്പോൾ നമ്മൾ ഭയങ്കര ആഗ്രഹത്തോടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും, നേരത്തെ റോയ് പറഞ്ഞ മാതിരി നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നിസ്സാരമായിട്ട് കാണും, അതിന് നിസ്സാരമാണ്. പക്ഷെ അതൊരു ശബ്ദമാണ്. നമ്മുടെ തൊണ്ട അലറേണ്ടി വരും, അങ്ങേയറ്റം അലറേണ്ടി വരും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ. ഫൈറ്റ് പല രീതിയിലുണ്ട്. സ്പീഡിൽ പോകുന്നുണ്ട്, സ്ലോ മോഷൻ ഉണ്ട്, ഓരോന്നിനും. ചിലത് സൗണ്ട് ഡിസൈനർമാർ ചെയ്യും. ബാക്കി റോയ് പറഞ്ഞു. അല്ല, അതിന്റെ അകത്ത് നമ്മള് ഈ നമ്മൾ സാധാരണ ഒരു സീൻ അഭിനയിക്കുന്ന സ്പീഡിലല്ല നമ്മൾ ഫൈറ്റ് കാണുന്നത്. ഭയങ്കര ചടുലതയായിരിക്കും, നല്ല സ്പീഡായിരിക്കും. അപ്പൊ നമ്മള് കൊള്ളുന്നും കൊടുക്കുന്നൊക്കെ വേഗം എടുത്ത് നമ്മൾ ഓൾറെഡി ഡബ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ട് ചെയ്ത് പോകും. നമ്മൾ ഇങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ കൈ കിട്ടി നമുക്ക് പറ്റില്ല. നല്ലൊരു ഫൈറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ തന്നെ നമുക്ക് വയറിന് ഇടിയിട്ടാണ്. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുമ്പോഴാണ്, ഫ്രാൻസിയായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കൂടുതൽ ഒട്ടുമിക്ക വരും വയറിന് ഒരാളൊരു പഞ്ച് കൊടുക്കുകയാണ്. അപ്പൊ 1-3 ഒരാളെ പഞ്ച് ചെയ്യുന്നു വയറിന്. അപ്പൊ നമ്മള് അറിയാതെ മൈക്ക് തട്ടരുത്, അറിയാതെ തന്നെ നമ്മൾ ഇങ്ങനെ കൊടുത്തു പോകും. മാത്രമല്ല, അയാള് ഈ ഇടി കൊണ്ടിട്ട് എന്തുമാത്രം ശരീരം വളഞ്ഞു ഒടിഞ്ഞിട്ടുണ്ടോ അതുപോലെ നമ്മൾ ഇവിടെ അഭിനയിച്ച് കാണിക്കണം. നമ്മുടെ ഓരോ ബ്രീത്തില്ലേ, നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശ്വാസം, അതുപോലെ തന്നെ നമ്മുടെ മൂക്ക്, ഇതൊക്കെ വളരെയധികം. പിന്നെ അത് മാത്രമല്ല, ചിലരിങ്ങനെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു കഴുത്ത് പിടിച്ച് അല്ല, അത് ചിലപ്പോ ഫ്രാൻസിനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കൂടുതൽ തമാശക്ക് പുള്ളി ഇദ്ദേഹത്തിന്റെ കഴുത്തെ പിടിച്ചിരിക്കും. ഒരാളുടെ കഴുത്തെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് നമ്മളൊക്കെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തം ചെയ്യുന്നത്. ഇപ്പൊ വാ പൊത്തിയിട്ടൊരു സീൻ ഉണ്ടെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാണ് ഒരു ഗുണ്ട. ഇപ്പൊ ഞാനൊരു ഗുണ്ട ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. നമ്മൾ ചാവുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും ചാവുന്നത്? അപ്പൊ ഇത് പറയാൻ വേണ്ടിട്ട് പറഞ്ഞു. നമ്മള് ഇടി കൊണ്ടിട്ട് ഇപ്പൊ ഒത്തിരി സിനിമയില് ഇപ്പൊ ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഫൈറ്റ് ചെയ്യെങ്കിലും ചില ആൾക്കാർക്ക് ചില ക്യാരക്ടർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഗുണം ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ചില ഫൈറ്റ്സ്, ഇപ്പം ചില ആൾക്കാർ പറയും, ചില ഡബിങ് ഒക്കെ പറയും ഇന്നയാൾ ചെയ്ത് നന്നായിരിക്കും, ഇന്നയാൾ. ഇദ്ദേഹം തന്നെ നല്ല ഫൈറ്റുള്ള പടങ്ങളാണെങ്കിൽ സെലക്ട് ചെയ്തിട്ടാണ് ഡബിങ് ആർട്ടിസ്റ്റുകളെ പോലും, കാരണം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഇദ്ദേഹം സെലക്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറയും, എത്ര ഫൈറ്റ് ഉണ്ട്, ഇപ്പോൾ 5 ഫൈറ്റ് അല്ലെങ്കിൽ 4 ഫൈറ്റ്, എങ്ങനെയാണ് ഫൈറ്റ്, എങ്ങനെയാണ് നല്ല ഫൈറ്റാന്ന് പറയുമ്പോൾ
ഇദ്ദേഹം ആ സമയത്ത് കോർഡിനേറ്ററാണ്. ഇദ്ദേഹം ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഇടയിൽ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ചൂസ് ചെയ്യുക. കാരണം ഞങ്ങളിപ്പം പുറമെ എല്ലാവരും പറയും ഒത്തിരി ടേക്ക് എടുക്കും കാര്യം, പക്ഷെ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല, എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാവാം ഞങ്ങൾക്ക് പെട്ടെന്ന് കാലത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തുടക്കാത്തൊക്കെ നമ്മള് കൊതിയോടുകൂടി നോക്കി നിന്നിട്ടുണ്ട് ചെയ്യണ കണ്ടിട്ട്, സീനിയേഴ്സ് ചെയ്യണ കണ്ടിട്ട്. നമുക്ക് പെട്ടെന്ന് പറ്റില്ല, കാരണം അത്രയും സ്പീഡിൽ കൊടുക്കുമ്പോൾ എന്തായാലും ഇപ്പൊ മൊത്തം 10 ഇടി കൊള്ളുന്നുണ്ടെങ്കിൽ അതിനകത്ത് 4 നമ്മള് മിസ്സായി പോകും. പിന്നെ കാലക്രമേണ നമ്മുടെ എന്തും എക്സ്പീരിയൻസ് കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞ പോലെ വീണ്ടും പരിശീലിച്ചിട്ടാണ് നമ്മള്. പിന്നെ റോയി നമ്മുടെ വിക്രത്തിന് സൗണ്ട് കൊടുത്ത ആള്. അത് മലയാള ശബ്ദം ഈ വ്യക്തിയുടെയാണ്. തങ്കലാൻ മലയാളം അതുപോലെ ലക്കി ഭാസ്കറിലെ ആ ക്യാരക്ടർ ഏതാ? ലക്കി ഭാസ്കറിൽ നാരായണൻ സാർ ദുൽഖറിന്റെ കൂടെ ത്രൂ ഔട്ടുള്ള ഒരു ബാങ്കിൽ പൈസ എടുത്ത് വെക്കാനും ഒക്കെ സഹായിക്കുന്നു. ലാസ്റ്റ് കാറൊക്കെ ദുൽഖറിന് വാങ്ങിക്കുന്നത് ഇദ്ദേഹമാണ്. ഇപ്പൊ എന്നെ കോഴത്തി രണ്ടുപേരും തങ്കലാനും ഇതൊക്കെ പറഞ്ഞ എനിക്ക് അവരെ പറ്റിയും പറയാണ്ട് വേറെ നിർവാഹമില്ല. അല്ലാതെ അവരെ അർഹിക്കുന്നത്. അപ്പൊ ആ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലത്തുനിന്നാണ് വന്നു പോകുന്നത്. കൊല്ലത്തുനിന്നാണ് എറണാകുളത്ത് വന്ന് ഡബ്ബിയായിട്ട് പോകുന്നത്. 3 മണിക്ക് കൊല്ലമാണ്. 3 മണിക്കൊക്കെ എണീറ്റ് അവിടെ നിന്ന് പോന്നിട്ടാണ് ഇവിടെ 9 മണിക്കും 10 മണിക്കൊക്കെ എത്തി ഡബ്ബിങ്ങിനൊക്കെ വന്നത്. പക്ഷെ ആ സമയം തെറ്റാണ്ട് പുള്ളി എനിക്ക് ഏറ്റവും ആദ്യം ഒന്ന് നേരത്തെ എത്തുന്ന ആള്. അപ്പൊ അങ്ങനെ വലിയൊരു ശോഭന ആദ്യം പറഞ്ഞ പോലെ സിനിമയ്ക്ക് വേണ്ടി ജീവിതം അങ്ങ് മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ് പുള്ളി. പിന്നെ ഷോപ്പിന് മോശക്കാരൊന്നുമല്ല. പുള്ളി എന്റെ ബാലവീറിൽ കൊച്ചച്ഛൻ ആരടാ? കൊച്ചച്ഛൻ. അതെങ്ങനെയാ ശബ്ദം? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് മാർക്കോയാണ് സംസാരിക്കുന്നതെങ്കിലും ഇരിക്കുന്ന എല്ലാവരും തന്നെ അത്യാവശ്യം ഈ ഡബ്ബിംഗ് മേഖലയില് വിവിധ തരത്തിലുള്ള ഇതില് ഡബ്ബിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സിനിമയില് വലിയ വലിയ ക്യാരക്ടർ അല്ലെങ്കിലും വക്കീല്, SI, പോലീസ്, ഡോക്ടർ. എനിക്ക് ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? ഇവർക്കൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഫാൻസ് എങ്കിൽ എനിക്ക് കുട്ടികളാണ് കൂടുതലാണ്. ഈ ബാലവീര റോക്കി കൊച്ചച്ഛൻ 600 എപ്പിസോഡ് ആയപ്പോ പലർക്കും അറിയില്ല. ഇപ്പൊ ചിലപ്പോ ഈ ഇന്റർവ്യൂലൂടെ ആയിരിക്കും ഞാനാണ് അത് ചെയ്യുന്നത്. അല്ല, അത് മാത്രല്ല, ഇങ്ങനെ ഒരു സംഭവം സിനിമയിൽ ഉണ്ടെന്ന് തന്നെ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ആരും ചിന്തിക്കില്ല. ഡബിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് പ്രധാനപ്പെട്ട ആ ഒരു ഇത് മാത്രമാണ്. പിന്നെ മാർക്കോയെ പറ്റി നമുക്ക് പറയാനുള്ള സംഭവം എന്താ വെച്ചാല്, മാർക്കോയെ പറ്റിട്ട് ഇപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. തല്ലുമാലയും മല്ലുപോലെ ഒത്തിരി പടങ്ങൾ നമ്മൾ ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. RDX ഒക്കെ എന്ന് പറഞ്ഞാൽ ഹെവി ഫൈറ്റ് ആയിരുന്നു. തല്ലുമാല ഹെവി ഫൈറ്റ് ആയിരുന്നു. സിനിമയില് ഒട്ടുമിക്ക സിനിമയിൽ ഫൈറ്റ് ഉള്ള ഏത് സിനിമയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളല്ലാതെ മറ്റല്ലാതെ വേറെ ആരും ചെയ്യില്ല. പക്ഷെ ഈ മാർക്കോയിൽ തന്നെയുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈറ്റിൽ തന്നെ ഭയങ്കര നമ്പേഴ്സ് ആണ് ഗുണ്ടകളുടെ എണ്ണം. അപ്പൊ ഒരാള് തന്നെ 2-3 പേർക്കൊക്കെ അല്ലേ ഒരു ഫൈറ്റിൽ തന്നെ എന്നോട് ഒരു 10-50 ഗുണ്ടകളൊക്കെ ഒരു സീനിൽ വന്നു. നിങ്ങൾ കുറെ പേര് ഒരുമിച്ച് ഡബ് ചെയ്തു ഇതിനകത്ത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായോ? ഒരുമിച്ചൊന്നല്ല, അതുകൊണ്ടാണ് ഈ 3 ദിവസം നീണ്ടുപോയത്. നമ്മള് ഓരോരുത്തരുടെ സെപ്പറേറ്റ് ആണ്. ഒരിക്കലും ഒന്നിച്ച് നിന്ന് ഒന്നിച്ച് നിന്ന് ഫൈറ്റ് എഫക്ട് എടുക്കില്ല. പക്ഷെ ഒന്നിച്ച് നിന്ന് എടുക്കും. എന്താണെന്നറിയാ, ഈ ഫൈറ്റിന്റെ ക്ലൈമാക്സ് എല്ലാം വില്ലൻ എല്ലാരും ഇടിച്ച് വീഴ്ത്തി ഇട്ടതിന് ശേഷം അവിടെ കിടന്ന ഒരു ഞരക്കം ഉണ്ടാവും. അത് ചിലപ്പോ ഒന്നിച്ച് നിന്നെടുക്കും. ബാക്കിയൊക്കെ സിംഗിൾ ആയിരിക്കും. കാരണം സിംഗിളെ പറ്റൂ. എന്താന്ന് വെച്ചാൽ ഒരാൾ ചെന്ന് ഇടിയും, അതിനൊരു ടൈം ഉണ്ടല്ലോ. ഇതില് മാർക്കോലെ തന്നെ 14 പേര് ശരിക്കും വേണ്ട വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫൈറ്റിലൊക്കെ 50, 60, 70 ആൾക്കാരാണ് നമ്മള് തമ്മിലുള്ള ടൈം ഒരേ സമയം അടിച്ചിടുന്നത്. ഒത്തിരി ആളുകൾ തമ്മിലുള്ള ടൈം ശരിയാകാഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഈ 14 പേരും വന്നതിന് പെട്ടെന്നായിരുന്നല്ലോ. അല്ല, നമുക്കിപ്പോ ഈ ഡയറക്ടേഴ്സ് ഇപ്പൊ ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക, ഇവരുടെ ഒന്നും ശബ്ദങ്ങൾ ഇവര് ഫൈറ്റ് എഫക്ട്സ് കൊടുക്കില്ല. കാരണം തൊണ്ട പോകില്ല. പിറ്റേ ദിവസം വേറെ പടം ഡബ് ചെയ്യാണ്ടാവും. അങ്ങനെ സ്ട്രഗിളുള്ള പരിപാടിക്ക് നിൽക്കില്ല. അപ്പൊ ഇതിന് ഒരാളെ തെരഞ്ഞെടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വോയിസ് ഓരോരുത്തരെ നോക്കിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ ലാൽ സാറിനോ ലാലേട്ടന് ചെയ്യാനോ നമുക്കൊക്കെ ചെയ്യാനായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കും. പിന്നെ ആ ആളെ അത് മാത്രമാണ് പുള്ളി ചെയ്യുള്ളൂ. ആ ആൾക്ക് അതിനുവേണ്ടി മാത്രമായിട്ട്. അപ്പൊ ഞങ്ങൾ കളിയാക്കും ഓരോ സാധനം ചെയ്യുമ്പോഴും കാരവാനിലുള്ള ഒരു കസരെ കൊണ്ട് നിർത്തും. നമ്മുടെ സ്റ്റാറുകള് അവര് ചെയ്തിട്ടുണ്ടാവും. ചിലത് അവര് വിട്ടുപോയിട്ടുണ്ടാവും. ആ സംഭവം ചിലപ്പം ആ ഒരു അവര് ചെയ്തേക്കുന്ന ഒരു ശബ്ദത്തിലും ആ ഒരു ബേസിലൊക്കെ വേണം അല്ലാതെ അവര്. നമ്മുടെ രാമലീല എന്ന് പറഞ്ഞ പടത്തിലെ ഫൈറ്റുകൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെയാണ്. തല്ലുമാലൊക്കെ എനിക്ക് തോന്നുന്നത് പുലർച്ചൊക്കെ 3 മണിക്കൊക്കെ. RDX ഒക്കെ ARM ഫൈറ്റിന്റെ ഒക്കെ അറിയാലോ. ആ ഫൈറ്റ്സ് ഒക്കെ ശരിക്കും ലാസ്റ്റ് മമ്മൂക്കയുടെ പടം ഡൊമിനിക്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ.
മാർക്കോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു ഇനിയിപ്പോ രണ്ടാം ഭാഗമൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നു. തീർച്ചയായും തീർച്ചയായും അതിലുണ്ടാവും, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. പിന്നെ പിന്നെ ഇവിടുത്തെ ഓരോ ടെക്നീഷ്യന്മാരായാലും സൗണ്ട് എഞ്ചിനീയേഴ്സ് ആയാലും ഇന്ന ആൾക്കാരായാലും എല്ലാവരും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും തന്നു എന്നുള്ളത് വളരെയധികം. കാരണം പോസിറ്റീവ് എന്തായാലും നമുക്ക് വേണം. പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സൗണ്ട് എഞ്ചിനീയർ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ, അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അതുപോലെ പിന്നെ ലാസ്റ്റ് നമ്മൾ ഉണ്ണി ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര എൻജോയ്, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, പ്രേക്ഷകരും പറഞ്ഞു എന്താണ് ഫൈറ്റ് സൂപ്പറാണ്. ഫൈറ്റ് സൂപ്പറാണ് ഫൈറ്റ് അത്രത്തോളം ഉള്ളതിന്റെ പേരിൽ മാത്രമാണ് ഈ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയത്. മാർക്കോ മൂവിയില് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട്, ഇത്രയും നല്ലൊരു ഫൈറ്റ് വന്നതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഒന്നിങ്ങനെ പരിചയപ്പെടാനും കാണാനും ഇന്റർവ്യൂ ചെയ്യാനൊക്കെ പറ്റിയത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു, ബാലവീരിലെ കൊച്ചനെ കണ്ടുപിടിച്ചു. പിന്നെ ഈ സിനിമകൾക്കൊക്കെ ഇങ്ങനെയാണ് ശബ്ദം വരുന്നത്, ഈ ഒരു എഫക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യും ഈ മൂവിനെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം കേട്ടോ. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിനും എല്ലാത്തിനും സംഭവത്തെ കുറിച്ച് ഇങ്ങനൊരു പബ്ലിസിറ്റി പ്രത്യേകിച്ച് മാർക്കോ ടീമിനോടും പ്രത്യേകിച്ച് നിങ്ങളോടും ഞങ്ങളുടെ തൊണ്ടയാണല്ലോ പോകുന്നത്, അതെല്ലാവരും അറിയണം. 3 ദിവസം കഴിഞ്ഞപ്പോ മാറ്റും ഈ 3 പേരാ, കാരണം ശബ്ദം പോയില്ല, അടുത്ത ആളെ വിളിക്കും. മാർക്കോ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയാലും അതാണ് മെയിൻ. ഇനി ഒത്തിരി മാർക്കോകൾക്ക് ഈ മാർക്കോയുടെ വിജയം തന്നെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ട് എത്തിച്ചത്. പറഞ്ഞിട്ടും തീരല്ലോ ചേട്ടാ മാർക്ക്. അപ്പൊ നമുക്ക് തമിഴിലേക്ക് വിളിക്കണേ. തീർച്ചയായിട്ടും അപ്പൊ ബൈ.